ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 70. ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ആ 32 വാക്യങ്ങളുടെയും ഒരു പൊതു വ്യാഖ്യാനമാണ് ഞാനിപ്പോൾ നൽകുന്നത്. ഓരോ വചനങ്ങളുടെയും അപഗ്രഥനം പിന്നീട് നൽകാം. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കുകയാണ്. 1 മുതൽ 32 വരെ നമ്മൾ അതിൻ്റെ പൊതുവായുള്ള ചില സംഗതികൾ പറയുകയാണ്. ആദ്യത്തെ 5 വാക്യങ്ങൾ കേട്ടിട്ട് വേണം നമുക്ക് അതിലേക്ക് പോകാനായിട്ട്. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരുടെ വംശപരമ്പര. ജലപ്രളയത്തിന് ശേഷം അവർക്ക് മക്കളുണ്ടായി. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷക്, ഥീരാസ്. ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനറ്റ്സ്, റീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീഷ, താർഷിഷ്, കിത്തിം, ദൊദാനി. ഇവരിൽ നിന്നാണ് തീരദേശ ജനതകൾ പെരുകിയത്. യാഫത്തിന്റെ പിന്മുറക്കാരായ അവർ കുലങ്ങളായി പിരിഞ്ഞ് താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തു വരുന്നു. യാഫത്തിന്റെ പിന്മുറക്കാരായ അവർ കുലങ്ങളായി പിരിഞ്ഞ് താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തു വരുന്നു. ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായമാണത്. 11-ാമത്തെ അധ്യായത്തിലാണ് ബാബേൽ ഗോപുര കഥ പറയുന്നത്. അവിടെ വിവിധ ഭാഷകൾ ഉണ്ടായത് എങ്ങനെ എന്ന് ആ അധ്യായത്തിലാണ് പറയുന്നത് എന്നാണ് പലപ്പോഴും നമ്മൾ കേൾക്കുക. പക്ഷെ 10-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുകയാണ്, താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തു വരുന്നു. ഇത് 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബാബേൽ ഗോപുരവുമായി ബന്ധപ്പെട്ടല്ല ലോകത്ത് വിവിധ ഭാഷകൾ ഉണ്ടായത്, അതിനു മുമ്പേ ഉണ്ടെന്നാണ് സൂചന. നമുക്കതിലേക്ക് വരാം. ഈ 10-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ലോകത്തെ ജനതകളുടെ വംശപരമ്പരയുടെ പട്ടികയാണ്. വിവിധ വംശങ്ങളുടെ ഉത്ഭവമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പ്രാചീന പൗരസ്ത്യദേശത്തെ ദേശീയവും വംശീയവും ഭൂമിശാസ്ത്രപരവും ഭാഷാപരമായ വൈവിധ്യങ്ങളുടെ ഒരു വിവര പട്ടികയാണ്, ഇൻവെന്ററി ആണ് ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ പല തലങ്ങളിൽ, പല തട്ടുകളിലായിട്ടാണ് നമ്മൾ ഈ തിരുവചന പാഠത്തെ മനസ്സിലാക്കുന്നത്. ഒന്നാമതായി സാംഖികമായിട്ട് 70 ദേശരാഷ്ട്രങ്ങളുടെയോ തലമുറകളുടെയോ പട്ടികയാണിത്. ഈ 10-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 32 വാക്യങ്ങളിൽ 70 ദേശരാഷ്ട്രങ്ങളുടെയോ തലമുറകളുടെയോ പട്ടികയാണ് കാണുക. യാഫത്തിന്റെ 14 തലമുറകൾ. ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായം 2 മുതൽ 5 വരെ വാക്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഹാമിൽ നിന്ന് 30 തലമുറകൾ. ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 6 മുതൽ 20 വരെ വാക്യങ്ങൾ. ഷേമിൽ നിന്ന് 26 തലമുറകൾ. ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായം 21 മുതൽ 31 വരെ. അങ്ങനെ മൊത്തം 70 തലമുറകൾ. ലോകത്തെ സകല ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിനെയാണ് 70 എന്ന സംഖ്യ കൊണ്ട് ബൈബിള് ഉദ്ദേശിക്കുന്നത്. 70 എന്ന് പറഞ്ഞാൽ ലോകത്തെ സകല ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യാം. അങ്ങനെയാണ് 70-ന് ബൈബിളിൽ അർത്ഥം. അപ്പൊ കണക്കിലെ 70 അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ജോഷുവയുടെ പുസ്തകം 8:30, 9:2, ലൂക്കാസിന്റെ സൂചനം 10:1, 10:7, അവിടെയൊക്കെ ഈ 70 എന്ന സംഖ്യ അല്ലെങ്കിൽ 72 എന്ന സംഖ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തെ സകല ജനങ്ങളെയുമാണ്. ഈ ഈജിപ്തിലെത്തുന്ന ഇസ്രായേൽക്കാരുടെ സംഖ്യയും 70 ആണ്. ഉൽപ്പത്തി പുസ്തകം 46:27, പുറപ്പാട് 1:5. എന്തുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്? സ്ഥൂല പ്രപഞ്ചമായ ഈ ബ്രഹ്മാണ്ടത്തിലെ സൂക്ഷ്മ ജഗത്താണ് ഇസ്രായേൽ എന്നാണ് ബൈബിളിലെ സങ്കല്പം. ഞാൻ ഒന്നുകൂടി പറയാം. സ്ഥൂല പ്രപഞ്ചമായ ബ്രഹ്മാണ്ഡം അല്ലേ, മാക്രോകോസം, അതിലത്തെ സൂക്ഷ്മ ജഗത്താണ് ഇസ്രായേൽ എന്ന ജനത, മൈക്രോകോസം. ഇസ്രായേൽ ഈസ് ദ മൈക്രോകോസം സിമിലർ ഇൻ ഫോം ടു ദ മാക്രോകോസം. അപ്പോൾ ബ്രഹ്മാണ്ഡമായ പ്രപഞ്ചം, സ്ഥൂലമായ പ്രപഞ്ചം, അതിൽ സൂക്ഷ്മ പ്രപഞ്ചമാണ് ഇസ്രായേൽ എന്ന ജനം. ആ ഇസ്രായേലിൽ നിന്നാണ് ലോകത്തിൻ്റെ രക്ഷകൻ, സ്ഥൂല പ്രപഞ്ചത്തിൻ്റെ രക്ഷകൻ വരുന്നത്.
യോഹന്നാൻ 4:22. രക്ഷ യഹൂദരിൽ നിന്നാണല്ലോ. രക്ഷ യഹൂദരിൽ നിന്നാണല്ലോ. അപ്പോൾ ദൈവം എങ്ങനെയാണ് ഈ സ്ഥൂല പ്രപഞ്ചത്തെയും അതിൽ ഇസ്രായേലിനെ കണ്ടിരിക്കുന്നത് എന്ന് ഈ സാംഖികമായ വീക്ഷണത്തിലൂടെ 70 എന്ന സംഖ്യയുടെ സാംഖിക 70 എന്ന സംഖ്യ നമ്പറിലൂടെ വെളിപ്പെടുത്തുകയാണ്. അതാണ് ഒന്നാമത്തെ അർത്ഥം. ഈ 32 വാക്യങ്ങളിൽ, ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായം 1 മുതൽ 32 വാക്യങ്ങളിൽ കാണുന്നത്. 1. 2, വംശപരമ്പരയുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ, ഈ വംശപരമ്പര, ജീനിയാളജി, ഈ തലമുറകളുടെ വീക്ഷണകോണിൽ നോക്കിയാൽ ബൈബിൾ പരാമർശിക്കുന്ന, ബൈബിളിൽ 3 ഭൂഖണ്ഡങ്ങളെ പരാമർശിക്കുന്നുള്ളൂ: ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്. ആ 3 ഭൂഖണ്ഡങ്ങളും, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, നോഹയുടെ 3 മക്കളിൽ നിന്ന് ഉത്ഭവിച്ചെന്നുവെന്ന പ്രസ്താവനയാണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതേക്കുറിച്ച് കണ്ടു കഴിഞ്ഞതാണ്. ഉൽപ്പത്തി പുസ്തകം 10:32 ആ സൂചനയുണ്ട്. അതേസമയം നോഹയാകട്ടെ സേത്തിന്റെ പരമ്പരയിൽ നിന്ന് ആദാമിൽ ജനിച്ചവനാണ്. അല്ലേ? ആദാമിന്റെ സേത്ത്, നല്ലവനായ സേത്തിന്റെ പരമ്പരയിൽ ജനിച്ചവനാണ് നോഹ. അപ്പോൾ ലോകത്തെ മുഴുവൻ ഭൂഖണ്ഡങ്ങളും, 3 ഭൂഖണ്ഡങ്ങളാണ് ബൈബിളിൽ പരാമർശിക്കുന്നത്. ആ 3 ഭൂഖണ്ഡങ്ങളിലും ആളുകൾ, നോഹയുടെ 3 ഭൂഖണ്ഡങ്ങൾ, ആ 3 ഭൂഖണ്ഡ ആളുകൾ നോഹയുടെ മക്കളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മൂന്നാമതൊരു വീക്ഷണം, ഈ 32 വാക്യങ്ങളിലെ അവതരിപ്പിക്കുന്ന തലമുറകളെ, 70 തലമുറകളെ കാലഗണന അനുസരിച്ച്, ക്രോണോളജിക്കലി, നമ്മളതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 9 വരെ വാക്യങ്ങളിലാണ് ബാബേൽ ഗോപുര കഥ വർണ്ണിക്കുന്നത്. അതിന് മുൻപാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. ബാബേൽ ഗോപുരത്തിന് മുമ്പും വിവിധ ഭാഷകളും വിവിധ ദേശരാഷ്ട്രങ്ങളും നിലനിന്നിരുന്നുവെന്ന് പഠിപ്പിക്കുകയാണ് തിരുവചനം. അപ്പോൾ ബാബേൽ ഗോപുരം പണിതപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കാൻ വേണ്ടി ഭാഷകൾ ചിതറിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ലോകത്ത് വിവിധ ഭാഷകൾ ഉണ്ടായിരുന്നുവെന്ന് ബൈബിൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാബേൽ ഗോപുര കഥയുടെ അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ദൈവം അവരെ ഭാഷകൾ ചിതറിച്ച് ലോകത്തെ വിവിധ ഭാഷകൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതല്ല, മറ്റെന്തോ ആണ്. അത് നമുക്കത് പിന്നെ വരാം, നമുക്ക് അതിലേക്ക് പിന്നെ ചർച്ച ചെയ്യാം. 11-ാമത്തെ അധ്യായം ചർച്ച ചെയ്യുമ്പോൾ അത് നമുക്ക് നോക്കാം. വിവിധ ഭാഷകൾ എങ്ങനെ ഉത്ഭവിച്ചു എന്നതിനെ കുറിച്ചല്ല ബാബേൽ ഗോപുര കഥ. ഒരേ ഭാഷ തന്നെ മനസ്സിലാക്കാതെ പോയ മനുഷ്യരെ കുറിച്ചാണ് അത്. അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്, പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ 70 ലോകത്തെ സകല ജനങ്ങൾക്കും വെവ്വേറെ ഭാഷകൾ ഉണ്ടായിരുന്നുവെന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഇനി നമുക്ക് 4-മതായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കാം. ഈ 32 വാക്യങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന 70 തലമുറകളെ ജിയോഗ്രഫിക്കലി, ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഏഷ്യ മൈനറിലും മധ്യധർണ്യായിലെ ദ്വീപുകളിലും കുടിയേറി പാർക്കുന്ന യാഫത്തിന്റെ ആളുകൾ, വടക്കേ ആഫ്രിക്കയിലും സിറിയ പാലസ്തീനയിലും പോകുന്ന ഹാമിന്റെ ആളുകൾ, മെസപ്പൊട്ടോമിയയിലും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലും കുടിയേറി പാർക്കുന്ന ഷേമിന്റെ ആളുകൾ, സെമിറ്റിക് ജനം, ഇവരുടെ കുടിയേറ്റങ്ങളാണ് പരാമർശമായിരിക്കുന്നത്. ഹാമിന്റെ ആളുകൾ കുടിയേറുന്നു, യാഫത്തിന്റെ ആളുകൾ കുടിയേറുന്നു, ഷേമിന്റെ ആളുകൾ കുടിയേറുന്നു. അപ്പോൾ ഏഷ്യ മൈനറിലും മധ്യധർണ്യായിലെ ദ്വീപുകളിലുമാണ് യാഫത്തിന്റെ ആളുകൾ. വടക്കേ ആഫ്രിക്കയിലും സിറിയ പാലസ്തീന അവിടെയൊക്കെയാണ് ഹാമിന്റെ ആളുകൾ. മെസപ്പൊട്ടോമിയയിലും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലുമാണ് ഷേമിന്റെ സെമിറ്റിക് ജനം. അപ്പോൾ കുടിയേറ്റങ്ങളുടെ കഥയാണിത്. ഈ ഭൂപടത്തിന്റെ ഒത്ത നടുക്കാണ് പാലസ്തീന. ഇസ്രായേലിന്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ പാലസ്തീനയാണ്, വിശേഷിച്ച് ജെറൂസലമാണ് ഈ ഭൂമിയുടെ ഹൃദയം. യഹസ്കേല്, എസക്കിയേല് 5:5, 38-12 കാണാം. വിശുദ്ധ നാട് എന്നറിയപ്പെടാനിരിക്കുന്നത് ഈ ജെറൂസലമാണ്, പാലസ്തീനയിലെ ഈ വിശുദ്ധ നാട്. ഇവിടെയാണ് ദൈവം മനുഷ്യനായി പിറക്കാനിരുന്നത്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് എവിടെയാണ് രക്ഷകൻ പിറക്കാനിരുന്നത് എന്നെനിക്കൊരു സൂചന നൽകുകയാണ് ഈ 70 തലമുറകളുടെ കഥ. വൈവിധ്യമാർന്ന വംശങ്ങളും ഭാഷകളും ഉണ്ടെങ്കിലും എല്ലാ മനുഷ്യരും നോഹയുടെ 3 മക്കൾ ജനിച്ചവരാണെന്നും ഉത്ഭവിച്ചവരാണെന്നും അതിനാൽ ഐക്യത്തിന്റെ പാതയാണ് അഭികാമ്യമെന്നും വേറൊരു ഇല്ലേ, നമ്മൾ പല തട്ടുകളിൽ കാണാമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു വീക്ഷണം കൂടിയുണ്ട്. ഈ വൈവിധ്യമാർന്ന വംശങ്ങളുണ്ട്, ഭാഷകളുണ്ട്, ഭൂമിശാസ്ത്രപരം വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും എല്ലാവരും ഈ 3 മക്കളും ഉത്ഭവിച്ചത് ഒരേ ഒരു ആളിൽ നിന്നാണ്, നോഹയിൽ നിന്നാണ്. അപ്പോൾ അവിടെ അടിസ്ഥാനപരമായി ഐക്യതയുണ്ട് എന്നൊരു സന്ദേശമുണ്ട്. ഒരു സന്ദേശം കൂടിയുണ്ട്. ഓരോ ജനതയ്ക്കും ദൈവം നിശ്ചയിച്ച ദേശമുണ്ടെന്നും അവരത് കീഴടക്കണമെന്നും സൂചനയുണ്ട്. ദൈവം ദേശം നിശ്ചയിച്ചാലും അതിങ്ങനെ സൗജന്യമായി തരുകയല്ല, അധ്വാനിച്ച് പോരടിച്ച് തന്നെ അത് നേടണം.
പോരാട്ടത്തിലൂടെ കീഴടക്കണം. അപ്പോഴേ നമ്മുടെ ആവുള്ളൂ. നിയമാവർത്തന പുസ്തകത്തിൽ 32 അധ്യായം 8-9 വാക്യങ്ങളിൽ ഇതിന് ദൈവശാസ്ത്രം, അതായത് ഓരോ ദേശത്തിനും ഓരോ ജനത്തിനും ദൈവം ഓരോ ദേശം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ദൈവശാസ്ത്രം കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായ ഒരു ദൈവശാസ്ത്രമാണ്. അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ, മനുഷ്യമക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ, ദൈവമക്കളുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ്, യാക്കോബ് അവിടുത്തെ അവകാശവും. ഇത് സെപ്തജിന്ത് പരിഭാഷയാണ് ഞാനിവിടെ നൽകിയിരിക്കുന്നത്. അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ, മനുഷ്യമക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ, ദൈവമക്കളുടെ എണ്ണം അനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ്, യാക്കോബ് അവിടുത്തെ അവകാശവും. അത്യുന്നതന്റെ 70 മക്കൾക്ക് എന്നാണ് ഉഗാരിറ്റിക് പാഠങ്ങളിൽ കാണുന്നത്. അത്യുന്നതൻ ജനതകൾക്ക് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യുന്നതന്റെ 70 മക്കൾക്ക് എന്നാണ് ഉഗാരിറ്റിക് പാഠങ്ങളിൽ 70 സൺസ് ഓഫ് ഏൽ. അതായത് എല്ലാവർക്കും ഭൂമി വീതിച്ചു കൊടുത്തു. എന്നാൽ ദൈവമായി യാക്കോബിന്റെ ഓഹരിയായി ഇസ്രായേൽ ജനത്തെ മാറ്റി നിർത്തി. തിരിച്ചും ശരിയാണ്. ഇസ്രായേലിന്റെ ഓഹരി ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. അതിനാൽ ഭൂമിയിൽ നിക്ഷേപിച്ചു വെക്കുന്നതിൽ കാര്യമില്ല. മത്തായിയുടെ സുവിശേഷം 6:19. അപ്പൊ നോക്കിയേ, ഈ ദൈവത്തിന്റെ ഓഹരിയായിട്ട് ഇസ്രായേൽ ജനത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. തിരിച്ചും ശരിയാണ്. ഇസ്രായേലിന്റെ ഓഹരിയായി യാഹ്വയാണ്. അതുകൊണ്ട് സ്വർഗത്തിലാണ് അവരുടെ ഓഹരി, ഭൂമിയിലല്ല. അതുകൊണ്ട് ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കരുത് എന്നാണ് കർത്താവ് ശമശിക പറഞ്ഞത്. തുരുമ്പം കീടങ്ങൾ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. ഈ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ട് ഒരു കാര്യമില്ല, സ്വർഗത്തിൽ നിക്ഷേപിക്കുക. ഇതാണ് കർത്താവ് പറയണേ. അതിലേക്ക് ഒരു സൂചന കൂടി നൽകുകയാണ്. എത്രയോ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം, ആ ബൈബിൾ ആദ്യ വചനം തുടങ്ങി അവസാനത്തെ വചനം വരെയുള്ള ഒരു ഇങ്ങനെ കൂട്ടിയിണക്കിയാണ് കൊണ്ടുപോകുന്നത്. ആ കൂട്ടിയിണക്കൽ ഇല്ലാതെ വായിച്ചാൽ ബൈബിൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോഹയുടെ കഥ പഠിക്കുമ്പോഴും നമ്മൾ ഈ ലിറ്ററേച്ചറിനെക്കുറിച്ചുള്ള ക്ലാസ്സിൽ ടിപ്പോളജി എന്ന് പറഞ്ഞു. ടിപ്പോളജി, സൂചക ബോധനം, അതൊക്കെ ഇവിടെ സന്നിഹിതമാണ്. സൂചക ബോധനം നമ്മൾ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ ഇതെല്ലാം വായിക്കുമ്പോഴാണ് ഇതിന്റെ ശരിയായ അർത്ഥം. എന്തിനാണ് ഇതൊക്കെ പഴയ നിയമത്തിൽ പണ്ട് കാലത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്, പണ്ട് കാലത്ത് ദൈവം വെളിപ്പെടുത്തിയത് എന്തിനാണെന്നൊക്കെ കൃത്യം അർത്ഥം കിട്ടുന്നത് ക്രിസ്തുവിന്റെ വെളിച്ചത്തിലൂടെ കാണുമ്പോഴാണ്. ആ അർത്ഥത്തിലാണ് ഞാനിത് സൂചിപ്പിച്ചത്. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ 2, 3, 5, 6 പ്രാവശ്യം ഒന്ന് കേട്ട് നോക്കിയേൻ, നോട്ട് കുറിച്ചേക്കേൻ. എന്നിട്ട് ഒന്ന് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് റെഫർ ചെയ്ത വാക്കുകളില്ലേ, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേൻ. വെളിപാട് സമാനം നിങ്ങൾക്ക് ഉൾക്കാഴ്ചകൾ കിട്ടും. അപ്പോൾ ഇത് ചെറിയ സംഗതി. ഈ 10ാമത്തെ അധ്യായം പലരും വായിക്കില്ല. കാരണം ഇങ്ങനെ കുറേ പേരുകളാണ്, ഈ വംശാവലിയുടെ പേരുകൾ, നമുക്ക് പരിചയമില്ലാത്ത പേരുകൾ. പക്ഷെ അതിനെല്ലാം വലിയ അർത്ഥമുണ്ട്. അതിനാൽ ആഴത്തിൽ പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് ഉൽപ്പത്തി 10ാമത്തെ അധ്യായം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ആഴത്തിൽ പഠിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.